പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, അങ്ങനെ ഞങ്ങളിത് ചങ്ങനാശ്ശേരിയിലോട്ട് പോവുകയാണ്, ശരണ്യയുടെ വീട്ടിലോട്ട്. അപ്പോൾ കൂട്ടുകാരെയൊക്കെ കാണിച്ചിട്ടുള്ളതാണ് എല്ലാവരും. പക്ഷെ എന്നാലും നമ്മുടെ ഇന്നത്തെ ഒരു പോക്ക് അപ്പോൾ ഒത്തിരി പേര് ചോദിച്ച് അവിടെ ചിലപ്പോൾ വീഡിയോ ഇടണേ എന്നൊക്കെ. ഞാൻ 5 മണിക്ക് ഒരുങ്ങാൻ പറയുക പോകാമെന്നും പറഞ്ഞു. പക്ഷെ അങ്ങനെ 6:30 ആകാൻ പോകുന്നു. അതെ അതെ പറ്റിച്ചതാ. അപ്പൊ അത് കാരണം നമുക്കിനി പോണ വഴിയുള്ള വിശേഷങ്ങളിലേക്ക് എല്ലാരും പോകും എന്റെ വീട്ടിലോട്ട്. അതെ അതെ, അച്ഛനും അമ്മയൊക്കെ ഞങ്ങളെ യാത്ര അയക്കാനായിട്ട് ഇങ്ങനെ ഓരോ സാധനങ്ങൾ കവറിലാക്കിയൊക്കെ കൊണ്ടുവന്ന് വണ്ടിയിലൊക്കെ കൊണ്ടുവന്ന് വെക്കുന്നു. എല്ലാവർക്കും ചങ്ങനാശ്ശേരിയിലോട്ട് സ്വാഗതം. അമ്മേ, ഞങ്ങൾ പോയിട്ട് വരാം. അച്ഛൻ പോയി പിറന്നാളൊക്കെ അടിച്ചു പൊളിച്ച് സന്തോഷമായിട്ട് പതുക്കെ പോണം കേട്ടോ. നിങ്ങൾ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്നാൽ ഉടനെ വിളിക്കണം. അപ്പൊ അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ പലത്തിൽ കയറി ഒരു കട്ടറുണ്ട്. കുഴപ്പമില്ല, നമ്മുടെ വഴിയെടുക്കുന്ന അതെ ഒതിച്ച് വരുന്ന കണ്ട. നമ്മുടെ ആലപ്പുഴ ചങ്ങനാശ്ശേരി റൂട്ടിൽ ഇത് കണ്ട വഞ്ചി വീടെന്നൊക്കെ പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയിരിക്കുകയാണ്. കൂട്ടുകാരെ, അങ്ങനെ എൻ്റെ വീട്ടിൽ വന്നു. എല്ലാരും ഇവിടെ ഉണ്ട്. പക്ഷെ അപ്പു മാത്രം പണിക്ക് പോയി. അതെ അതെ, ബാക്കി എല്ലാരും നമ്മളെ അളിയൻ പണിക്ക് പോയി. അപ്പൊ പിന്നെ അനിയത്തിയുടെ ഭർത്താവ് രാഹുലുണ്ട് ഇവിടെ. പിന്നെ എല്ലാരും ഉണ്ട്. ഇതേ കണ്ട, എല്ലാരും ഇവിടെ ഉണ്ട്. അപ്പൊ ശരണ്യ, ഇനി ഇന്ന് എന്താണ് പാചകത്തിന് കയറാൻ പോയാണോ ഇവിടെ വന്നു വെച്ചാൽ? പാചകത്തിനൊന്നും ഞാൻ കയറുന്നില്ല. ഇല്ലേ, മേലാത്ത റെസ്റ്റല്ലേ. അപ്പൊ നമ്മൾ മേലാതിരിക്കുമ്പോ നമ്മൾ പണിയെടുത്ത് പിന്നെ ഉള്ള ക്ഷീണങ്ങൾ വലിച്ചു കയറ്റി വെക്കണം. അത് കാരണം കുറച്ച് സഹായിച്ചു കൊടുക്കും, അത്രേ ഉള്ളൂ. അതേ ഉള്ളു. രാഹുലാണ് അനിയത്തിയുടെ ഭർത്താവ്, സന്ധ്യയുടെ. ഏയ് ബാബേ, അച്ചാച്ചൻ എടുക്കാനൊക്കെ നോക്കുന്നു. പൊങ്ങുന്നില്ല അച്ചാച്ചൻ, വെയിറ്റ് എടുക്കാൻ മേല. അച്ചാച്ചൻ എടുക്കണ്ട, അച്ചാച്ചന് മേലാത്തതല്ലേ. അതെ അതെ അതെ, എന്റെ വേണ്ട, പൊക്കണ്ട. അയ്യോ, ചാച്ചൻ പൊക്കണ്ടെന്ന് പറഞ്ഞ വേറൊന്നും കൊണ്ടല്ല, ചാച്ചന് മേലാത്ത കൊണ്ടാണ് പറഞ്ഞത്. ശരണ്യയുടെ അമ്മ അതേ കണ്ട, നമ്മുടെ രമാമ്മ വന്ന് കണ്ട. രമാമ്മ അച്ചാച്ചൻ്റെ നടുവേദനയല്ലേ ശരണ്യനെ പൊക്കിയിട്ട്? മേല എനിക്ക് തോന്നി. കണ്ടാ, ഇവിടെ വന്നപ്പോ അതെ ശരണ്യ അതെ അനിയത്തിയുടെ കൊച്ചുമായിട്ട് ആരുടെ കൊച്ചിൻ്റെ കണ്ട അനിയത്തിയും കൊച്ചും അച്ചാച്ചനും എല്ലാവരും കൂടി ഇതേ. എവിടെ പോകുക നിങ്ങൾ? പറമ്പ് കാണാനോ? ഇവിടെ വരുമ്പോൾ ശരണ്യക്ക് ഇവിടെയുള്ള കുറേ കാഴ്ചകളൊക്കെ കാണണം. കാട്ടിലാ? തോട്ടത്തിൽ. അങ്ങനെ ഇവിടത്ത് നടക്കാനാണ്, കയറ്റമൊക്കെ കയറാനാണ് പാടല്ലേ. അതെ, അപ്പൊ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ, നല്ല ഹൈറ്റാണ്. ഇത് കണ്ടോ, ഇവിടെ നിന്ന് താഴത്തോട്ട് നോക്കി ഒന്ന് ഒത്തിരി ചാച്ചനൊക്കെ കയറിപ്പോണം കാണുമ്പോ. ഓ, ഭയങ്കര പാടാണല്ലോ. ശരണ്യ, സൂക്ഷിക്കണം. ഇത് മൊത്തം റബ്ബർ മരാണല്ലേ? റബ്ബർ പാലിലൊക്കെ എടുക്കാനായിട്ട് വെച്ചിരിക്കും. ശരണ്യ, ഇതൊരു കാടല്ലേ? അച്ചാച്ചൻ ഫ്രണ്ട് പോണു. കുമ്പിളപ്പം കണക്കണം. വഷ്ണേല അല്ലേ? ഇതെല്ലാം കറുവേലൊക്കെ തന്നെയല്ലേ വഷ്ണേല എന്ന് പറയണത്? ആ ശരി ശരി. അപ്പൊ റബ്ബർ തോട്ടവും കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ പൈനാപ്പിൾ തോട്ടത്തിലോട്ട് പോവുകയാണ് അല്ലേ? പൈനാപ്പിളൊക്കെ എടുക്കണുണ്ട് അവിടെ നിന്ന്. ശരണ്യ, സൂക്ഷിച്ച് നടക്കണം, തെന്നി വീഴരുത്. അതെ, കണ്ടാ, പൈനാപ്പിൾ തോട്ടത്തിലോട്ടുള്ള നടപ്പാണ്. ആഹാ, കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ? അതേ കണ്ട, പൈനാപ്പിളൊക്കെ ചെറുതാണ്, എന്നാലും ഇങ്ങനെ
വലുതൊന്നും ഇല്ല. ശരണ്യ വെയിലത്താട്ട് പോകണ്ട കേട്ടാ ചാച്ചാ, ഒത്തിരി വെയിലത്താട്ട് പോകണ്ട. അതെ, ശരണ്യയുടെ അച്ഛനെ അച്ചാച്ച എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് അല്ലേ? ആ കണ്ട ശരണ്യ, അപ്പൊ നമുക്ക് വീട്ടിലോട്ട് പോവാം. ആ, രണ്ടുപേരും കൊടുത്ത് ചങ്ങനാശ്ശേരിക്ക് പോവാണ് അല്ലേ? രണ്ടുപേരും കൂടി ചങ്ങനാശ്ശേരിക്ക് പോവാണ്. ഇവര് സ്ഥാനം മേടിക്കാൻ വേണ്ടി ചങ്ങനാശ്ശേരിക്ക് പോവാ. എന്നാ പോട്ട് വാ. അങ്ങനെ നമ്മൾ ചങ്ങനാശ്ശേരി മാർക്കറ്റിലെത്തി. നമ്മുടെ ലാലേട്ടൻ്റെ സ്ഫടികം സിനിമ ഷൂട്ട് ചെയ്ത ലൊക്കേഷനിലാണ്. നമ്മുടെ ലാലേട്ടൻ ഇവിടെയാണ് കൊണ്ടുവന്ന് നമ്മുടെ ലോറിയൊക്കെ അങ്ങോട്ട് കൊണ്ടുവന്ന് വളച്ച് വെച്ച് നിർത്തി വെച്ചും ആ ഒരു തുണിക്കടയിലൊക്കെ കയറിയല്ലേ ആ സ്ഥലം. ഞങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ എനിക്ക് എപ്പോഴും ഇവിടെയൊക്കെ വന്ന് കാണണം ഭയങ്കര ഇഷ്ടമാണ്. ആ സിനിമയുടെ അതേ ഫീല് കിട്ടണമെങ്കിൽ അവിടെയൊക്കെ ചങ്ങനാശ്ശേരിയിലുള്ള എല്ലാവർക്കും പരിചയമുള്ള സ്ഥലമാണ് കേട്ടോ. പിന്നെ അതുകൂടാതെ ചങ്ങനാശ്ശേരി ബോട്ട് കെട്ടി ഇവിടെ കുറേ പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽപ്പുണ്ട്. പൂക്കളെന്ന് ഉദ്ദേശിച്ചാൽ നമ്മുടെ ഈ പായലിൻ്റെ പൂവുണ്ടല്ലോ, അതാണ്. അത് നമ്മുടെ ചങ്ങനാശ്ശേരി ഇപ്പോൾ പൂത്ത് നിന്നിട്ട് എന്താ ഭംഗി. എല്ലാവരും ഇവിടെ കാണാൻ വരുന്നുണ്ട്. നമ്മുടെ മാമി വന്നിട്ടുണ്ട്. നമുക്ക് മാമിയെ നമ്മുടെ പാട്ടുകാരി മാമി ആണ്. അതെ, കണ്ട അതേ വന്നെ കണ്ട നമ്മുടെ ഹോസ്പിറ്റലിലെ ഡ്യൂട്ടിയും കഴിഞ്ഞ് വരികയാണ് മാമി. മാമിയുടെ പാട്ട് കേൾക്കാൻ ഒത്തിരി പേര് കാത്തു നിൽക്കുകയാണ്. അതെ, ശരണ്യ, നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്നവർക്ക് ശരണ്യയുടെ അമ്മയാണെന്നൊന്നും പറഞ്ഞു കൊടുത്തില്ല. പിന്നെ അനിയത്തി, അതെ, അനിയൻ, പിന്നെ ആങ്ങളെ മാത്രമേ കാണിച്ചില്ല. ആങ്ങളെ ഇവിടെ ഇല്ല, ആങ്ങളെ ജോലിക്ക് പോയിരിക്കുകയാണ്, വന്നിട്ടില്ല. നാളത്തെ വീഡിയോയിൽ കാണിക്കാം. നമ്മൾ നാത്തൂനെ കൊണ്ട് അടിപൊളി പാട്ട് പഠിപ്പിച്ചാലോ? പാട്ട് പഠിപ്പിക്കാനാ? പാട്ട് പഠിപ്പിച്ചാലോ? ആ, ഞാൻ കേട്ട പഠിപ്പിച്ചാലോ? പാട്ട് പാടാൻ പോവാം മാമി. അതെ, നമുക്ക് വേറെ നേരത്തെ ഒരു വീഡിയോയിലും മാമി പാട്ട് പാടിയായിരുന്നു. അതെ, ഇതേ നമ്മുടെ ശ്രീനന്ദ വന്നിട്ടുണ്ട്, ഓടിക്കളഞ്ഞ്. അപ്പം നമുക്ക് മാമീനെ കൊണ്ടൊരു പാട്ട് പാടിക്കാം. മാമി ഒരു പാട്ട് നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി പാടിക്കേ. ഞാൻ പണ്ട് സ്കൂളിലൊക്കെ പാടിയ ലളിതഗാനം പാടാം. ആ, അല്ല, മാമി പാട്ട് പാടും മുമ്പ് മാമി എവിടെയാണ് ജോലി ചെയ്യണത് ഒന്ന് പേരൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേ. എൻ്റെ പേര് സാന്ദ്ര. ഞാൻ നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ്. ഇവിടെ ചങ്ങനാശ്ശേരി ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. അതെ, പിന്നെ ഞങ്ങൾ അപ്പു എന്ന് വിളിക്കും, ശരത്തെന്നാണ് മമ്മിയുടെ ഭർത്താവിൻ്റെ പേര്, അതായത് എൻ്റെ അളിയൻ. അതെ അതെ അതെ, ഒരളിയനും പിന്നെ അനിയത്തിയും അനിയത്തിയുടെ ഭർത്താവും രാഹുലും. അതാണ്. അപ്പം മാമി ഞങ്ങൾക്ക് വേണ്ടി ഏത് പാട്ടാണ് പാടുന്നത്? ലളിതഗാനം പാടാം. ലളിതഗാനാണല്ലേ? നമ്മുടെ അനിയൻ ഓടിക്കളഞ്ഞു കേട്ടാ. അനിയൻ പെട്ടെന്ന് ഓടിക്കളഞ്ഞ് പാട്ട് പാടുന്നു എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്നാ പാടിക്കോ. പാട്ട് പാടുമ്പോൾ അതെ അനിയൻ ഓടി, പാട്ട് പാടും മുമ്പേ അനിയൻ ഓടിക്കളഞ്ഞ്. ആ, അപ്പോൾ പാടിക്കോ. ഓടക്കുഴലേ നിൻകളനാദം ഓർമ്മയിൽ പാലാരി തീർക്കുന്നു. ഓളങ്ങളിൽ താളം തുള്ളുന്നു എൻ മനം, ഓമനത്താമര പോലെ പുതിയൊരോ മനത്താമര സൂപ്പറായിട്ട് പാടിയിട്ടുണ്ട്. തീർത്ത് പാടിയിട്ടില്ല ശരണ്യ. ഞാനത് ബാക്കിയോടെ ഇപ്പൊ കേട്ടിരിക്കും. ശരണ്യ അതൊക്കെ സൂപ്പറായിട്ട് പാടിയിട്ടുണ്ട്. മമ്മി സൂപ്പറാണ് കേട്ടാ, അടിപൊളി. ഞങ്ങൾ മാമി മാമി എന്ന് വിളിക്കണത് എന്താണെന്ന് ഓർക്കും. നാത്തൂനാണ് ശരണ്യയുടെ, പക്ഷെ എന്നാലും മാമി എന്ന് വിളിക്കണത് നമ്മുടെ ഉണ്ണിക്കുട്ടൻ എന്ന് പറയുന്ന നമ്മുടെ ശ്രീനന്ദ കൊച്ചി. ആ അതെ അതെ, ഇനിയും ബാക്കി പാട്ട് വേണമെങ്കിൽ നമ്മൾ നാളത്തെ വീഡിയോയിൽ അല്ലേ ബാക്കി മാമീനെ കൊണ്ട് പാട്ട് പാടിപ്പിക്കുന്നതാണ് അല്ലേ?
നാളത്തെ വിശേഷം കൂടി ഒന്ന് പറഞ്ഞേ നാളെ ഞങ്ങളുടെ ആദ്യത്തെ ഞങ്ങളുടെ കൊച്ചിന്റെ ശ്രീനന്ദയുടെ പിറന്നാളാണ്. അപ്പൊ അതിനായിട്ടാണ് 5 വയസ്സിന്റെ. അപ്പൊ അതിനു വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അമ്മേ, അമ്മക്ക് എന്നാ ഞങ്ങളുടെ കൂട്ടുകാരോട് പറയാനുള്ള? കൂട്ടുകാരോട് ആ നിങ്ങളുടെയോ ആ സന്തോഷം. എല്ലാരും സപ്പോർട്ട് കണ്ട അതെ മാമി പറഞ്ഞു എല്ലാരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നമ്മുടെ മാമിയുടെ പാട്ടുകൾ അതെ അതെ. അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വന്ന ബർത്ത്ഡേ വീഡിയോയുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പൊ അടുത്ത വീഡിയോ ബൈ.